നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് ആരുടെ കമ്പ്യൂട്ടറും ആക്സസ് ചെയ്യാൻ പറ്റും. അതിനവർ പെർമിഷൻ തന്നാൽ മാത്രമേ പറ്റൂ. അതേപോലെ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ക്രോം മാത്രം മതി. എങ്ങനെയാണ് ചെയ്യാൻ നോക്കുകയല്ലേ? ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ, ആവശ്യം വരും. ഈ ഒരു സിസ്റ്റത്തിനെ നമുക്ക് ആക്സസ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിളിന്റെ തന്നെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ക്രോം റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്നത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അഡ്രസ് ബാറിൽ ക്രോം റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ക്രോം റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആക്സസ് മൈ കമ്പ്യൂട്ടർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ജിമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഇതിന് റിമോട്ട് ആക്സസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിലായി കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ക്രോം റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന എക്സ്റ്റൻഷൻ കാണാൻ സാധിക്കും. അതിൽ ആഡ് ടു ക്രോം എന്ന് കൊടുക്കുക. ആഡ് എക്സ്റ്റൻഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളർ പാക്കേജ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ആൻഡ് ഇൻസ്റ്റാൾ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളർ പാക്കേജ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഈ കമ്പ്യൂട്ടറിന് ഒരു നെയിം എൻ്റർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ചെയ്യുക. ഈ സിസ്റ്റം കണക്ട് ചെയ്യാനുള്ള പാസ്വേഡ് എൻ്റർ ചെയ്യുക. ആ ടിക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം സ്റ്റാർട്ട് പ്രസ് ചെയ്യുക. യൂസർ അക്കൗണ്ട് കൺട്രോൾ മെസ്സേജ് യെസ് ചെയ്യുക. ബോട്ടം റൈറ്റ് കോർണറിൽ കാണുന്ന ക്രോം റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്നത് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. വീണ്ടും ഇൻസ്റ്റാൾ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ടത്. ഇനി ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആക്സസ് മൈ കമ്പ്യൂട്ടർ എന്ന് കൊടുക്കുക. അതിനുശേഷം നേരത്തെ ലോഗിൻ ചെയ്ത അതേ ഇമെയിൽ ID തന്നെ ഇവിടെ ലോഗിൻ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ച ടെസ്റ്റ് എന്ന കമ്പ്യൂട്ടർ ഇവിടെ ഓൺലൈൻ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ട് ഒരു സ്ക്രീനിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ രണ്ടാമതായി കാണുന്നതാണ് ടെസ്റ്റ് എന്ന കമ്പ്യൂട്ടർ. നമുക്ക് ഫസ്റ്റ് കമ്പ്യൂട്ടറിൽ നിന്ന് ഇതിനെ ആക്സസ് ചെയ്ത് നോക്കാം. ക്രോം റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഓൺലൈനായി കാണുന്ന നമ്മുടെ ടെസ്റ്റ് എന്ന കമ്പ്യൂട്ടർ ഡബിൾ ക്ലിക്ക് ചെയ്യുക. കണക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സ്ക്രീൻ ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിനെ ആക്സസ് ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റും ഗൂഗിൾ ക്രോമും ഉണ്ടായാൽ മാത്രം മതി. റിമോട്ട് സപ്പോർട്ട് എന്ന ടാബിൽ ഇതിൽ നമുക്ക് വേറെ ആർക്കെങ്കിലും റിമോട്ട് സപ്പോർട്ട് കൊടുക്കാനും അതേപോലെ തന്നെ നമ്മളുടെ കമ്പ്യൂട്ടർ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതിൽ സാധിക്കുന്നതാണ്. ഒരുപാട് റിമോട്ട് സപ്പോർട്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എല്ലാം പെയ്ഡ് വേർഷൻസ് ആണ്. അത്രയൊന്നും ഫീച്ചേഴ്സ് ഇതിലില്ലെങ്കിലും ഗൂഗിൾ ക്രോം ഫ്രീ ആണെന്നുള്ളതാണ് പ്രത്യേകത. ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. പേജ് ഫോളോ ചെയ്യുക. അറിയാത്തവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക.